ക്രിസ്മസ് പ്രമാണിച്ചൊരു 20 കിലോ മന്തി ഉണ്ടാക്കാനുള്ള പദ്ധതിയിലാണ്. അപ്പോൾ മന്തിക്ക് വേണ്ടിയിട്ട് 20 കിലോ മന്തിക്ക് വേണ്ടി ഞങ്ങൾ 6 കോഴി 8 പീസായിട്ട് കട്ട് ചെയ്ത 6 കോഴി, ഒരു മീഡിയം സൈസ് 6 സവാള, 10 ടൊമാറ്റോ, ഇത്രയാണ് വേണ്ടത്. അപ്പോൾ സവാള വഴറ്റുക, കോഴി ഇടുക, ടൊമാറ്റോ അരച്ച് ഇതിലേക്ക് ചേർക്കുക, 4 ടേബിൾ സ്പൂൺ പെരുംജീരകം, ഒരു 6 പട്ട, പിന്നെ ഒരു 10 ഏലക്ക, ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നമുക്ക് കോഴി മുങ്ങുന്നത്ര വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കാം. 10 മിനിറ്റോളം തിളപ്പിക്കുമ്പോൾ കോഴി ഏകദേശം ഹാഫ് കുക്ക്ഡ് ആവും. ഇതുപോലെ പെറുക്കി മാറ്റണം കേട്ടോ. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പെറുക്കി മാറ്റിയാലും മതി. അപ്പോൾ ഇതുപോലെ പെറുക്കി മാറ്റിയതിന് ശേഷം നമുക്ക് ഈ സ്റ്റോക്കിലേക്ക് മന്തി മസാല ചേർക്കണം. ഇതിപ്പോൾ നമ്മൾ 6 കോഴിയല്ലേ, അപ്പോൾ 3 ഈ ഉണക്ക നാരങ്ങ, പീക്കേഴ്സിൻ്റെ മന്തി മസാല 2 ഫുൾ പാക്കറ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഉപ്പ് ആവശ്യത്തിന് നമുക്ക് കുറച്ച് ചേർക്കാം. പിന്നെ ചിക്കൻ സ്റ്റോക്ക്, മാഗിയുടെ ഈ ചിക്കൻ സ്റ്റോക്ക് ക്യൂബ് ഉണ്ടല്ലോ, ഇതൊരു 2 എണ്ണം മാക്സിമം ഇട്ടാൽ മതി ആ വെള്ളത്തിലേക്ക്. അതിനുശേഷം നമുക്ക് ഈ ചിക്കനെ മാരിനേറ്റ് ചെയ്യാം. ഇതിന് നമുക്ക് ഏകദേശം 8 മാഗിയുടെ ചിക്കൻ സ്റ്റോക്ക് ക്യൂബ്, പിന്നെ ഒരു പകുതി പാക്കറ്റ് മന്തി മസാല, പിന്നെ വേണമെങ്കിൽ നമുക്ക് പുതിനയും മല്ലിയിലേക്ക് അരച്ച് ചേർക്കാം. കളറിന് വേണ്ടി മുളക് പൊടി ഇടാം. 1 കപ്പ് സൺഫ്ലവർ ഓയിലൂടെ ചേർക്കുക. പിന്നെ ഇതാ ഈ അരിയില്ലേ, ഇത് ഞങ്ങൾ 1 മണിക്കൂർ കുതിർത്ത് വെച്ച ബസ്മതി റൈസാണ്. അതിനെ ഈ തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് അങ്ങ് ഇടുക. അതിനുശേഷം ഈ അരിനെ നമ്മൾ വെള്ളം വറ്റുന്നവരെ നല്ലപോലെ വേവിച്ചെടുക്കണം. അപ്പം അരിയുടെ ഡബിൾ ആയിരിക്കണം വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി. അതിനനുസരിച്ച് വേണം നമ്മൾ ആദ്യമേ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ. നമ്മുടെ ചിക്കൻ നമുക്ക് ഏകദേശം 2 മണിക്കൂർ മാരിനേറ്റ് ചെയ്യണം, എന്നാലേ മസാല നല്ലോണം പിടിക്കുകയുള്ളൂ. പിന്നെ നമ്മുടെ ചിക്കൻ സ്റ്റോക്കിൽ അത്യാവശ്യം ഉപ്പുള്ളതുകൊണ്ട് വേറെ ഉപ്പിടണ്ട. അപ്പോൾ ഇനി ഫുൾ വെയിറ്റിംഗ് പീരീഡ് ആയതുകൊണ്ട് ഇവിടെ ഗെയിം നടക്കുവാണ്, ഇവിടെ ഒരു കളിയൊക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ അരി വെന്തോന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. എന്തായാലും വെന്തിട്ടില്ല, അടച്ചു വെച്ചു. ചിക്കനൊന്നും നല്ലപോലെ തേച്ച് പിടിപ്പിച്ചു. പിന്നെ എൻ്റെ ടേസ്റ്റൊക്കെ നോക്കി, കുഴപ്പമില്ല, കുറച്ച് ഉപ്പൊക്കെ ഉണ്ട്. ആ ഉപ്പൊക്കെ പിടിക്കുമ്പോൾ ശരിയാവും. അടുത്ത ആളിലേക്ക് കൈമാറി 3 ചാൻസ് ആണ്. 2 ഗെയിമൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴേക്കും നമ്മുടെ ചോറ് നല്ലോണം വെന്തപ്പോൾ അതിലേക്ക് നമ്മളൊരു 5-6 പച്ചമുളക് ഇതുപോലെ കുത്തി വെക്കണം. ഓക്കെ, എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് കുറച്ച് പരിപാടികൾ, കലാപരിപാടികൾ വേറെയും ചെയ്യാനുണ്ട്. അപ്പോൾ ചിലർക്ക് ശരിയാവും, ചിലർക്ക് ശരിയാവത്തില്ല. എന്തായാലും നമ്മുടെ മാരിനേറ്റ് ചെയ്ത ചിക്കനെ നമ്മളൊന്ന് ഷാലോ ഫ്രൈ ചെയ്യണം. ഓക്കെ, അതാണ് അടുത്ത പ്രോസസ്സ്. ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് കനൽ പ്രിപ്പയർ ചെയ്യണം കേട്ടോ. അപ്പോൾ കനൽ വെച്ചിട്ട് എന്താ ഞാൻ ചെയ്യാൻ പോണെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ഈ റൈസ് ഉണ്ടല്ലോ, നമ്മൾ ആ മുളക് കുത്തി വെച്ചിരിക്കുന്നത്, അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആ ഷാലോ ഫ്രൈ ചെയ്ത ചിക്കനെ അങ്ങോട്ട് നിരത്തുക, നല്ല അത്തപ്പൂക്കളം ചെയ്യുന്ന പോലെ. അപ്പോൾ നടുക്ക് കുറച്ച് സ്പേസ് വിട്ടിട്ട് വേണം നമ്മൾ ഈ ചിക്കനെ അതിൻ്റെ ഉള്ളിലേക്ക് നിരത്താൻ. അപ്പോൾ നടുക്കാണ് ഞാൻ കനലിടാൻ പോകുന്നത്. അപ്പോൾ നടുക്കൊരു വലിയ പ്ലേറ്റൊക്കെ വെച്ചിട്ട് നല്ല സ്മോക്കി ഫ്ലേവർ കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് ഈ കനൽ ഇങ്ങനെ നടുക്ക് വെക്കുന്നത്. എന്നിട്ട് നമ്മൾ ദം ചെയ്യുന്ന പോലെ മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 5-10 മിനിറ്റ് വെക്കും. എന്നിട്ട് ഈ സ്മോക്ക് അതിൻ്റെ ഉള്ളിൽ പിടിക്കാൻ വേണ്ടി കുറച്ച് സമയം, ഒരു 15-20 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 10 മിനിറ്റിൽ കൂടുതൽ വെക്കരുത്, അടി പിടിക്കും. അപ്പോൾ നമ്മുടെ 20 കിലോ മന്തി റെഡിയാവുന്ന ടൈമിൽ നമ്മൾ മയണീസും മന്തി സോസും റെഡിയാക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മന്തി നമ്മുടെ ഇതാ ഓപ്പൺ ചെയ്ത് ഇനോഗ്രേറ്റ് ചെയ്തിരിക്കുന്നു. യെസ്, മന്തി ഫുൾ സെറ്റാണ് കേട്ടോ. ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതിൽ സൂപ്പറായിട്ട് അടിപൊളിയായിട്ട് വെള്ളമൊക്കെ വറ്റി മസാലയൊക്കെ പിടിച്ചങ്ങ് സെറ്റായിട്ടിരിപ്പുണ്ട് കേട്ടോ. അങ്ങനെ ചിക്കൻ മന്തി 20 കിലോ ഉണ്ടാക്കി ഞങ്ങളുടെ ക്രിസ്മസ് വരുന്ന അടിപൊളിയായിട്ട് നടന്നു. അപ്പോൾ എല്ലാവർക്കും ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞാൻ 20 കിലോളം ക്വാണ്ടിറ്റി ഉള്ള ഒരു ഫുഡ് ഐറ്റം ഉണ്ടാക്കുന്നത്. ഇതിന് മുന്നേ ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, 10 കിലോയൊക്കെ വന്നിട്ടുള്ളൂ. അപ്പോൾ 20 കിലോ ക്വാണ്ടിറ്റി വരുന്ന ഒരു ഫുഡ് ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ടൈമിൽ തന്നെ ഫസ്റ്റ് അറ്റംപ്റ്റ് സക്സസ്ഫുള്ളി റെഡി ആയതിൽ വളരെയധികം സന്തോഷിക്കുന്നു. അപ്പോൾ കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും നമ്മുടെ ഈ മന്തി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ന്യൂ ഇയർ സ്പെഷ്യലായിട്ട് നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഇതുപോലെ പ്രസൻറ്റ് ചെയ്യുന്നതായിരിക്കും. അതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇനിയും വ്യൂ ചെയ്യുക. എല്ലാവരും ഇതെല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മന്തി ഭയങ്കര ക്വിക്കായിട്ട് ഉണ്ടാക്കാൻ പറ്റും. 2 മണിക്കൂറിലാണ് കേട്ടോ നമ്മളിത് ഉണ്ടാക്കിയെടുത്തത്. പിന്നെ ഹെൽപ്പ് ചെയ്യാനും ഉള്ളി അരിയാനും കോഴി കഴുകാനും ഒക്കെ ആൾ വേണം. അതൊക്കെ നമ്മൾ സെറ്റാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് കുക്കിംഗ് പീരീഡ് വളരെ കുറവാണ്. അപ്പോൾ എൻജോയ് ഫ്രം ആപ്സ്. ടേക്ക് കെയർ. ഹാപ്പി ന്യൂ ഇയർ.